നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനം വൈകി പുറപ്പെടുന്നത് ഇപ്പോൾ സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. ഇതുമൂലം വലിയ പ്രതിസന്ധിയാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. യാത്രക്കാർ പരാതി പറഞ്ഞിട്ടും പ്രതിഷേധിച്ചിട്ടുമൊന്നും യാതൊരു കാര്യവുമില്ല. ഇത് ഇതുവരെയുള്ള സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ വിമാനം വൈകി എന്ന കാരണത്താൽ എമർജൻസി എക്സിറ്റ് തുറന്ന വിമാനത്തിന്റെ ചിറകിൽ കയറിയിരുന്നാണ് ഒരു യാത്രക്കാരൻ വിമാനം വൈകിയതിൽ പ്രതിഷേധിച്ചത്. മെക്സിക്കോ സിറ്റി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. ഗ്വാട്ടിമാല സിറ്റിയിലേക്കുള്ള എയ്റോ മെക്സിക്കോ AM672 വിമാനത്തിലെ യാത്രക്കാരനാണ് വിമാനത്തിന്റെ ചിറകിൽ കയറിയത്. വിമാനത്തിന്റെ ചിറകിൽ കയറിയിരുന്നയാളെ പോലീസിന് കൈമാറിയതായി വിമാനത്താവള അധികൃതർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. യാത്രക്കാരന്റെ പ്രവൃത്തിയെ അനുകൂലിക്കുന്ന നിലപാടാണ് യാത്രക്കാരിൽ നിന്ന് ഉണ്ടായത്. വിമാനം 4 മണിക്കൂർ വൈകിയതിനെ തുടർന്നാണ് യാത്രക്കാരൻ ഇത്തരത്തിൽ പെരുമാറിയതെന്ന് യാത്രക്കാർ പറഞ്ഞു. 4 മണിക്കൂർ വൈകിട്ട് വെള്ളം പോലും അധികൃതർ നൽകിയില്ല. വെന്റിലേഷൻ സൗകര്യം പോലും ഇല്ലാത്ത അവസ്ഥയിൽ 4 മണിക്കൂറാണ് വിമാനത്തിൽ ഇരിക്കേണ്ടി വന്നത് എന്ന് യാത്രക്കാർ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 8:45 പുറപ്പെടേണ്ട AM672 വിമാനം അറ്റകുറ്റപ്പണികൾ കാരണം വൈകുകയായിരുന്നു. 4 മണിക്കൂർ വൈകിയതോടെ യാത്രക്കാരിൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാകുകയും ബോധം നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയായിരുന്നു. എമർജൻസി എക്സിറ്റ് തുറന്ന് പുറത്തിറങ്ങിയ യാത്രക്കാരനാണ് ഈ സാഹചര്യത്തിൽ നിന്ന് മറ്റ് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചതെന്ന് യാത്രക്കാർ പ്രതികരിച്ചു. വിമാനം ഏകദേശം 5 മണിക്കൂർ വൈകിയതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ വ്യക്തമാക്കുന്നത്. മണിക്കൂറുകളോളം വൈകിയതോടെ വിമാനത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ യാത്രക്കാർ മൊബൈൽ ഫോണിൽ പകർത്തുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തു. ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ വിമാന കമ്പനി ഉറപ്പാക്കിയില്ലെന്നും വിമാനത്തിനുള്ളിലെ സാഹചര്യം മോശമായിരുന്നുവെന്നും യാത്രക്കാർ പറഞ്ഞു. യാത്രക്കാർ ക്രൂ അംഗങ്ങളോട് വെള്ളം ആവശ്യപ്പെടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. യാത്രക്കാരുടെ പ്രതികരണം പുറത്തു വന്നെങ്കിലും വിമാന കമ്പനി ഇതുവരെ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം പൈലറ്റ് വിമാനം പറത്താൻ വിസമ്മതിച്ചതിനെ തുടർന്ന് എയർ ഇന്ത്യക്ക് 1.1 കോടി രൂപ പിഴ ചുമത്തിയതായി ഏവിയേഷൻ റെഗുലേറ്റർ അറിയിച്ചു. ആവശ്യത്തിന് അടിയന്തര ഓക്സിജൻ ഇല്ലാത്തതിനെ തുടർന്നാണ് വിമാനം പറത്താൻ പൈലറ്റ് വിസമ്മതിച്ചത്. ബംഗളൂരുവിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള വിമാനത്തിലാണ് സംഭവം. ദീർഘദൂര റൂട്ടുകളിലെ വിമാനങ്ങളിൽ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് എയർ ഇന്ത്യക്ക് പിഴ ചുമത്തിയത്. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് എയർ ഇന്ത്യക്ക് ഏവിയേഷൻ അധികൃതർ പിഴ ചുമത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച മൂടൽമഞ്ഞ് കാരണം വിമാനം വൈകുന്നതിനാൽ ആവശ്യമായ തയ്യാറെടുപ്പുകൾ സ്വീകരിക്കാത്തതിന് എയർ ഇന്ത്യക്ക് 30 ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.